എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ, വീട്ടിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കൂർക്ക വീട്ടിലോട്ടായിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയൻ ചക്ക, ഇപ്പം സീസൺ ആണല്ലോ, അത്. പിന്നെ കുറച്ച് പച്ചക്കുരുമുളകും കൂടാണ് ഞാൻ എടുത്തത്. അപ്പം അതൊക്കെ വെച്ച് നമുക്ക് ഇന്നൊരു ലഞ്ച് തട്ടിക്കൂട്ടാം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞ് ഇന്നലെ രാവിലെ വന്നിട്ടേ ഉള്ളൂ. ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ രാവിലെ പുറത്തുനിന്ന് മേടിക്കുക ചെയ്തു. ഉച്ചയ്ക്ക് ലഞ്ച് ചീര കൊണ്ട് ഞാൻ ഒരു കാര്യം ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടി. ഇന്ന് ഞാൻ വിചാരിച്ചത് അങ്ങ് എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുന്നാൽ ചീത്തയായി പോകുമെന്നുള്ള ഒരു പേടിക്ക് ഞാൻ ഇന്ന് അതെല്ലാം കൂടെ അങ്ങ് വെക്കാം. ഞാൻ വേറെ പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുമില്ല. അപ്പം അതൊക്കെ കൂടെ അങ്ങ് ലഞ്ചാക്കാം. പിന്നെ മോര് കാച്ചിയത് ഇന്നലെ ഞാൻ മോര് കാച്ചിയായിരുന്നു, അത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒഴിക്കാനൊന്നും വേണ്ട, അല്ലാതെ കൂട്ടാൻ മാത്രം മതി. പിന്നെ അപ്പം നമുക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ലഞ്ച് ലോഗിലേക്ക് കിടക്കാം. അപ്പം ഞാൻ കൂർക്കയൊക്കെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എപ്പോഴും ഞാൻ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്, കൂർക്ക കൊണ്ട് ഒരു ഒലർത്തു പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇടിഞ്ചക്കയാണെന്ന് കരുതി കൊണ്ടുവന്ന ഒരു ചക്കയാണ്. ആക്ച്വലി ഇത് ഇടിഞ്ചക്കയല്ല, ചക്കയല്ലാത്ത ഒരു പരുവത്തിൽ നിൽക്കുന്ന ഒരു ചക്കയായിരുന്നു. ഇത് നമ്മുടെ ഈ വിയറ്റ്നാം മെർലി എന്നൊക്കെ പറയുന്ന ചെറിയ ഇനം ഇതില്ലേ, പ്ലാവില, ആ പ്ലാവിലെ ചക്കയാണ്. പിന്നെ ഞാൻ പച്ചക്കുരുമുളക് ആണ് എടുത്തത്. നമുക്ക് മീൻ കറക്കാനും കൂട്ടാൻ വയ്ക്കാനും ഒക്കെ പച്ചക്കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതും എടുത്തു. അപ്പം ഈ ചക്കയുടെ കേസ് പറയുവാണെങ്കിൽ അതൊരു ചെറിയ അബദ്ധമായിപ്പോയി. കാരണം കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചക്കയായിരുന്നു ഇത് ഞാൻ ഇവിടെ വന്ന് മുറിച്ച് നോക്കുമ്പോഴാണ് ഇതിനകത്ത് ചുളയുണ്ട്, എന്നാൽ മൊത്തം അങ്ങോട്ട് ചുളയായിട്ടുമില്ല, ആ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ആദ്യം ഞാൻ ഇങ്ങനെ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇടിഞ്ചക്ക തോരൻ വെക്കുന്ന രീതിയിലാണ് തോരൻ വെച്ചത്, അതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു പോയി. ഇത് ആക്ച്വലി പിന്നെ ഞാൻ കൊച്ചുമോളപ്പച്ചിയുടെ സംസാരിച്ചപ്പോഴത്തേക്കിനും ഇതങ്ങ് കൊത്തി എരിഞ്ഞ് തോരൻ വെച്ചാൽ മതിയായിരുന്നു. അതായത് അല്ലെങ്കിൽ ചോപ്പറിലിരുന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങ് തോരൻ വെച്ചിരുന്നെങ്കിൽ കുഴഞ്ഞു പോകത്തില്ലായിരുന്നു. ഇത് ഞാൻ എന്ത് ചെയ്തു, ഇടിഞ്ചക്ക തോരൻ വെക്കുന്ന പോലെ തന്നെ അങ്ങ് കഷ്ണിച്ചിട്ട് വേവിച്ചിട്ട് ചതച്ചെടുത്തു. ആ ചതച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അത് കുഴഞ്ഞു പോയത്. എനിക്ക് ആ സമയത്ത് എന്തോ അത്രയും ബോധം പോയില്ല. കാരണം ഇതിനകത്ത് ചുളയായി കുറച്ച് ചുള വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിങ്ങനെ ഈ കൂഞ്ഞിയൊക്കെ വേകുന്നതിന് മുമ്പ് അത് വേകും. അപ്പോൾ അത് സ്വല്പം വേവ് കൂടിപ്പോവും. നമ്മൾ ഇതിൻ്റെ ഈ കൂഞ്ഞ് വേകാനുള്ള സമയത്തിന് മുമ്പ് ഇതിൻ്റെ ആ ഒരു ചുള ഭാഗം ആയതുകൊണ്ട് അതങ്ങ് വെന്തു പോവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇതങ്ങ് കുഴഞ്ഞു പോവും. ഇത് ആക്ച്വലി കൊത്തി എരിഞ്ഞ് ഈ ഒരു പരുവത്തിലാണെങ്കിൽ കൊത്തി എരിഞ്ഞ് തോരൻ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇത് ഞാനങ്ങ് സാധാരണ പോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എന്നിട്ട് ഇതിൻ്റെ കൂഞ്ഞ് വേകുന്നിടം വരെ ഇട്ട് വേവിച്ചു. ഇത് ഞാൻ ചെയ്ത അബദ്ധം. അത് കൂഞ്ഞ് വേകുന്നിടം വരെ ഇട്ട് വേവിച്ചപ്പോഴത്തന്നെ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോയി. പിന്നെ ഇടിഞ്ചക്ക തോരൻ ഓൾറെഡി ഞാൻ വെച്ച് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഈ സമയത്തെ വീഡിയോസിൽ ഇടിഞ്ചക്ക തോരൻ ഞാൻ വെച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് അധികം അങ്ങനെ കാണിക്കുന്നില്ല. ഇത് ഇതിങ്ങനെ നേരെ ചുവയുള്ള ഇടിഞ്ചക്കയാണെങ്കിൽ നമ്മളിങ്ങനെ ചതച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഒരു മീറ്റിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ വരും ഇടിഞ്ചക്ക വേവിച്ചിട്ട് ചതച്ച് കഴിയുമ്പോൾ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ലതായിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കൂർക്കയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം വേവിച്ചെടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാൻ അങ്ങനെ കുക്കറിൽ വേകാറില്ല. കാരണം കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത്
കുഴഞ്ഞു പോകും. എനിക്കങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്, എനിക്ക് കൂർക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്ത് തന്നെ അടച്ചു വെച്ചങ്ങ് വേവിക്കാം. പിന്നെ ഞാൻ ചോറിട്ടു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ്, മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് തോരനാക്കണം. ഞാൻ നമ്മുടെ അരി വെച്ചു. അരി ഇപ്പോഴാണ് വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചക്ക വേവിക്കാൻ വെച്ചു. ഇപ്പോൾ ചക്കയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇത് നമ്മുടെ കൂർക്ക ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ അരിഞ്ഞ് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. പകുതിയെ ഞാൻ എടുത്തുള്ളൂ, ബാക്കി പോലെ ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വേവിക്കാൻ വെച്ചത് വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതും കൂടെ വെച്ചിട്ട്, മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൂർക്കയുടെ ബാക്കി കാര്യം ഒന്നാണ്, ചക്കയുടെ ബാക്കി കാര്യം കൂടെ ചെയ്തിട്ട് നമുക്ക് മീൻ വറക്കാം. അപ്പോഴത്തേനും എല്ലാവരും സമയം ആകും. അപ്പം നമുക്ക് മീൻ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാണ് മീൻ നേരത്തെ വെക്കാൻ. ഞാൻ മീൻ ഓർഡർ ചെയ്തിട്ട് എത്താൻ കുറച്ച്, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്ത് വെക്കാം, അപ്പോൾ അത്രയും പരിപാടി ഇങ്ങ് തീരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാം. ഈ പച്ചക്കുരുമുളകൊക്കെ ചേർത്ത് നമുക്ക് മീൻ വറക്കാം. അപ്പം ഞാൻ കുറച്ച് അതിൽ 2 ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, കുരുമുളകിൻ്റെ ആ 2 തണ്ട് അതാണ് എടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എരിവിന് നമ്മൾ ഇതാണ് പച്ചമുളകാണ്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ആ വക ഐറ്റംസൊക്കെ. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല ഈ ഒരു കുരുമുളക് അരച്ച് മീൻ വറക്കുമ്പം. ആക്ച്വലി ഇത് മത്തിക്കാണ് കുറച്ചുകൂടെ ഈ കുരുമുളകൊക്കെ അരച്ച് ഫ്രൈ ചെയ്യാനും അതിൽ കൂട്ടാൻ വയ്ക്കാനും ഒക്കെ മത്തി മീനുമായിട്ട് നല്ല പോലെ ചേർന്നു. ഞാനത് നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്ക് ഈ വെളാമീൻ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. എനിക്ക് മത്തി മേടിക്കണമെന്ന്, ചെറിയ മീൻ മേടിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയില്ല. അവസാനം ഈ മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലങ്ങ് എന്താ പറയുന്നത്, ഫ്രൈ ചെയ്യാമെന്ന്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് പുരട്ടി വെക്കണം. കുറേ നേരം വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ എനിക്ക് ഇത്തവണ അത്ര സമയമൊന്നും കിട്ടിയില്ല. ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ ഈ പരിപാടിയും കൂടെ ചെയ്തപ്പോഴത്തേന് ഇതൊരു പുഴുക്ക് പരുവമായി. ആക്ച്വലി ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് അത് കൊത്തി എരിഞ്ഞ് തോരൻ വെച്ചിരുന്നെങ്കിൽ നല്ലതായിട്ട് വന്നേനെ. അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചതച്ച് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഇടിഞ്ചക്ക തോരൻ വെക്കുന്ന പോലെ തന്നെ കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കടുക് വറുത്തതിന് ശേഷം ഞാൻ ആ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി, എന്നിട്ട് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കും. വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിഞ്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം ഇത് സാധാരണ രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു പരുവത്തിലല്ല ഇരിക്കുന്നത്, ഇറ്റ്സ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ കുഴഞ്ഞു പോയി. ആ ചുളയും കൂടെ ഉള്ളതുകൊണ്ടാണ് കുഴഞ്ഞു പോയി. ഒരു പുഴുക്കിൻ്റെ ഒക്കെ ഏകദേശം ഒരു രീതിയിൽ വന്നു. ഇനി നമുക്ക് അതൊന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കൂർക്ക ഉലർത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക ഉലർത്ത് റെഡിയായി. ഉപ്പൊക്കെ നോക്കണം. ഞാൻ ഉപ്പൊക്കെ കൂർക്കയെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി ചേർക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കൂർക്ക ഉലർത്തി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറുക്കാം. അപ്പോൾ ഇത് ഫിഷ് ഫ്രൈ, നല്ല ഫിഷ് ഫ്രൈ ആയിരുന്നു. എനിക്കിഷ്ടമാണ് ഈ കുരുമുളക് ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. മീൻ വറുത്തു, തോരൻ റെഡിയായി, കൂർക്ക ഉലർത്തിയത് അല്ലെങ്കിൽ കൂർക്ക മെഴുക്കുവരട്ടി റെഡിയായി. ഞാൻ എപ്പോഴും മറ്റേ പച്ചമുളക് ഇട്ടാണ് വെക്കുന്നത്. ഞാൻ ഇന്ന് വിചാരിച്ചാൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉലർത്ത് പോലെ വെക്കാം. പിന്നെ ഈ ചക്ക ഉണ്ടല്ലോ, ഇടിഞ്ചക്ക കുറച്ച് മൂപ്പ് വന്നു പോയെന്ന് തോന്നുന്നു.
കാരണം അതിന്റെ ചുള വന്ന് ഞാൻ പൊളിച്ചപ്പോഴത്തേനും ഞാൻ മുറിച്ചത് കണ്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ ചുള ചുള വരുന്ന ഒരു സ്റ്റേജായി. അതിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റേജ് ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോഴാണ് നമുക്കിങ്ങനെ തോരൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നത്. ശരിക്കും നമുക്ക് ഈ മീറ്റൊക്കെ ഇല്ലേ, നമ്മുടെ ഈ ബീഫും മട്ടനും ഒക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അതിന്റെ ടെക്സ്ചർ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചതയ്ക്കുമ്പോൾ ഈ ഇടിഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേനും ഇങ്ങനെ വരും. പക്ഷെ ഇത് ഇതിങ്ങനെ ചെറിയ പ്ലാവയിലെ ചക്കയാണ്. ഇപ്പം എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തൊക്കെ ഉണ്ട്. ഈ വലിയ പ്ലാവാവത്തില്ല, ചെറിയ പ്ലാവാണ്. അപ്പം ചക്ക എന്ന് പറയുന്നത് നമ്മൾ മൂപ്പുള്ള ചക്കയ്ക്കാണെങ്കിലും ചക്ക വലുതാവത്തില്ല, വിളഞ്ഞ ചക്കയാണെങ്കിലും ഒത്തിരി വലുതാവത്തില്ലല്ലോ. അപ്പം ആ നിന്നതിൽ ഏറ്റവും ചെറിയ ചക്കയാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിന് കുറച്ച് ചുള വന്നു പോയി. എന്താ പറയുന്നത്, ആ ഇടിഞ്ചക്കയുടെ സ്റ്റേജിൽ നിന്നും ഒരു പടി മുകളിലേക്ക് കൂടിപ്പോയി. അതുകൊണ്ടാണ് ആ ചുള പോലെ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഇടിഞ്ചക്ക മുറിക്കുമ്പം അങ്ങനെയല്ല, മുറിക്കുമ്പോൾ ഇങ്ങനെ ചുള വരാവുന്ന തൊട്ട് മുമ്പുള്ള ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കുഴഞ്ഞു പോയത്. ഇടിക്കുമ്പോഴത്തേന് ആ ചുള ഉള്ളത് കൊണ്ടാണ് ഈ കുഴഞ്ഞിരിക്കുന്നത്. നമ്മൾ പുഴുക്കിനൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകത്തില്ലേ, ചക്കച്ചോള വെന്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ കുഴഞ്ഞു പോകത്തില്ലേ, അപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഇനി ഒന്നുമില്ല, എല്ലാം റെഡിയായി. ഇനി ആ ചോറിൻ്റെ മാത്രം മതി. മീൻ ഇപ്പം റെഡി ആവും. അപ്പോൾ ഇനി ചോറ് മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.